അതിവേഗത്തിൽ മാറുന്ന മക്കയിൽ നിന്നും അറഫയിലേക്കുള്ള വഴി. അറഫയും മിനായും മുസ്തലിഫയുമെല്ലാം ഓരോ ഹജ്ജ് കഴിഞ്ഞാലും അടുത്ത ഹജ്ജ് വരെ ആളനക്കമില്ലാത്ത ഇടമാണ്. പക്ഷേ ഇത് കാണുക, അറഫയോട് ചേർന്നുള്ള പ്രദേശം. അവിടെ ഒരു പ്രദർശനം നടക്കുകയാണ്. ചരിത്രത്തിൽ ഹാജിമാർക്കായി പണിത ഒരു കനാൽ. ഐന് സുബൈദ എന്ന പേരിൽ അറിയപ്പെട്ട സുബൈദ കനാലിന് താഴെയാണ് ഒരു ചരിത്ര പ്രദേശത്തെ ഒരുക്കിയിരിക്കുന്നത്. സുബൈദയുടെ ചരിത്രം പറയുന്ന ഒരുപാട് കാര്യങ്ങളും അതുപോലെ തന്നെ ഡ്രാമാസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്കും ഒരുപാട് കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഞാനും ഇവിടെ വന്നപ്പോൾ ഒരുപാട് കൗതുകത്തോടു കൂടി തന്നെയാണ് അത് നോക്കിയിരുന്നത്. അപ്പോൾ അന്നത്തെ ചരിത്രം എന്ന് പറയുന്നത് ഇന്നത്തെ മുസ്ലിം സ്ത്രീകൾക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു കാര്യമാണ്. ആരായിരുന്നു സുബൈദ? ആ ചരിത്രം മുമ്പും സൗദി സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീണ്ടും ആ ചരിത്രം സൗദി അറേബ്യ ലോകത്തെ കേൾപ്പിക്കുന്നത് എന്തുകൊണ്ടാകും? ഈ എക്സിബിഷന് ഞങ്ങൾ അവിചാരിതമായി എത്തിപ്പെട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഭയങ്കര എൻ്റർടൈനിങ് ആണ്. പിന്നെ ഈ ഒരു ചരിത്രത്തെ അനുബന്ധിച്ചുള്ള ഒരുപാട് ഡ്രാമാസ് ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ഇതുവരെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ എത്തിയിട്ടാണ് ഈ ഒരു ചരിത്രത്തിനെ പറ്റി തന്നെ എനിക്കൊരു ധാരണ ഉണ്ടായത്. അപ്പോൾ ഫാമിലി ആയിട്ട് വന്ന് നമുക്ക് ഈ ചരിത്രമൊക്കെ കണ്ട് കുട്ടികളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയൊരു പരിപാടിയായിട്ടാണ് ഞാനിതിന് കാണുന്നത്. And she starting to construction the project. This mean Ain Zubayda project water. This the biggest project water in the history. It's 70 kilometers from Taif to Mecca. 70 kilometers from Taif to Mecca. And the money spent it, Zubayda spent it money 5,950 kilogram of the gold. When you calculate they're exchanging now for the gram for gold, it's mean 1,383 million riyal. You see, and this is very big, huge spending money. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നേട്ടങ്ങൾ സൃഷ്ടിച്ചിട്ടും അധികം അറിയപ്പെടാതെ പോയ ഇസ്ലാമിക വനിതയാണ് സുബൈദ രാജ്ഞി. അവർ 5000 കിലോയിലേറെ സ്വർണം ചിലവഴിച്ച് നിർമ്മിച്ചതായിരുന്നു മക്കയിലെ സുബൈദ കനാൽ. അതിന്റെ ചരിത്രവും അതുല്യമാണ്. ഇന്നത്തെ ഇറാഖിലെ കൂഫയിൽ നിന്ന് സൗദിയിലെ റഫ അതിർത്തി വഴി കടന്ന് ഹായിൽ, അൽ ഖസീം, മദീന, മക്ക എന്നീ 5 പ്രവിശ്യകളിലാണ് ദർബ് സുബൈദ അഥവാ സുബൈദ പാത നിലനിന്നിരുന്നത്. ഈ പാതയിലെ സ്ഥലങ്ങളിൽ ഒരുക്കിയ ഇടത്താവളങ്ങളിലായി മനുഷ്യർക്കും മൃഗങ്ങൾക്കും വിശ്രമ മന്ദിരങ്ങൾ, കിണറുകൾ, ജലാശയങ്ങൾ, മസ്ജിദുകൾ, പോലീസ് സ്റ്റേഷൻ എന്നിവ നിർമ്മിച്ചിരുന്നു. ആ പാതയുടെ അവസാനമായിരുന്നു മക്ക. മക്കയിലെത്തുന്ന തീർത്ഥാടകരുടെ പ്രധാന പ്രതിസന്ധി അക്കാലത്ത് കുടിവെള്ളം തന്നെയായിരുന്നു. മിനായിൽ ഹജ്ജിന് മുന്നോടിയായി വെള്ളം ശേഖരിച്ചു വെക്കുമെങ്കിലും ആവശ്യത്തിന് തികയില്ല. ചൂടുകാലങ്ങളിൽ ഗുരുതരമായിരുന്നു പ്രതിസന്ധി. ഇത് അബ്ബാസിയ ഖിലാഫത്തിലെ 5ാമത്തെ ഖലീഫയായിരുന്ന ഹാറൂൻ അൽ റഷീദിന്റെ ഭാര്യയായ സുബൈദ യാത്രയിൽ തിരിച്ചറിയുന്നു. പിന്നീട് നടന്നത് ചരിത്രമാണ്. ഒരു കുപ്പി വെള്ളത്തിന് 1 ദീനാർ വരെ കൊടുക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു അന്ന്. ഇക്കാലത്തെ കണക്കുപ്രകാരം 1 ദീനാറിന്റെ മൂല്യം
തീർത്ഥാടകർക്ക് താങ്ങാനാകുന്നതായിരുന്നില്ല. സുബൈദ ബിൻത് ജാഫറിന്റെ കൽപ്പന പ്രകാരം അരുവികളും മറ്റു ജലസ്രോതസ്സുകളും അടങ്ങിയ പ്രദേശം മുഴുവൻ അവർ പൊന്നും വിലക്ക് വാങ്ങി. മക്കയിലെ ഭൂമി അങ്ങിനെ വിട്ടുകൊടുക്കണമെങ്കിൽ അക്കാലത്തെ മക്കയിലെ സാമ്പത്തികമായ പ്രതിസന്ധി ഊഹിക്കാവുന്നതേയുള്ളൂ. ഇന്നും ആ ഭൂമി സുബൈദ രാജ്ഞിയുടെ പേരിൽ തന്നെയാണ് സൗദിയുടെ രേഖകളിൽ ഉള്ളത്. അങ്ങനെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള പദ്ധതികളുമായി ജോലിക്കാരെത്തി. കനാലിന്റെ പ്രവൃത്തി തുടങ്ങാൻ രാജ്ഞി ഉത്തരവിട്ടു. AD 791 വർഷത്തിലായിരുന്നു നിർമ്മാണം. 10 വർഷമെടുത്തു പൂർത്തിയാക്കാൻ. ത്വായിഫിലെ മലയിൽ നിന്നായിരുന്നു കനാലിന്റെ തുടക്കം. പ്രവാചകൻ യുദ്ധം വിജയിച്ച ഹുനൈൻ താഴ്വരയിൽ നിന്നും ആ കനാലിന്റെ പദ്ധതികൾ തുടക്കം കുറിച്ചു. അങ്ങനെ 38 കിലോമീറ്റർ താണ്ടി ഒരു കനാൽ തീർത്ഥാടകന്റെ ഉള്ളു നനയ്ക്കാനായി അറഫയിലെത്തി. 4 മീറ്ററോളം വീതിയുണ്ട് കനാലിന്റെ ചില ഭാഗങ്ങൾക്ക്. അക്കാലത്ത് ഇത്രയും മനോഹരമായി കനാൽ ഒരുക്കുകയെന്നത് ശ്രമകരമായിരുന്നു. കാലാവസ്ഥയുൾപ്പെടെയുള്ള പ്രതിബന്ധങ്ങൾ നീക്കിയാണ് ഇതിന്റെ ജോലി തീർത്തത്. കനാലിൽ മാലിന്യം വീഴാതിരിക്കാൻ മേൽഭാഗവും അടച്ചിരുന്നു. അറഫ വരെ നീളുന്ന കനാലിന്റെ മുകളിൽ ഇടയ്ക്കിടെയുള്ള തുറസ്സുകളിലൂടെ വെള്ളം ശേഖരിക്കാം. ഒരേ നിലയിൽ നൂറ്റാണ്ടുകളോളം അത് അജയ്യമായി നിന്നു. പിന്നീട് വന്ന ഖലീഫമാരും അതിനെ കൃത്യമായി പരിചരിച്ചു. പിൽക്കാലത്ത് സൗദി അറേബ്യ വികസിച്ചതോടെ ഇതിന്റെ ആവശ്യമില്ലാതെയായി. പതിയെ അത് ചരിത്രത്തിലേക്ക് നിശബ്ദമായി മാഞ്ഞു. അവയെ പുതിയ കാലത്ത് സൗദി അറേബ്യ തന്നെ തുറന്നെടുക്കുകയാണ്. ഇച്ഛാശക്തിയിലൂടെ തീർത്ഥാടകരുടെ തൊണ്ട നനച്ച ആ വനിതയുടെ ചരിത്രം ഓർമ്മിപ്പിക്കാൻ. ഇപ്പോൾ നടക്കുന്ന എക്സിബിഷന് അകത്തെ കാഴ്ചകൾ ഇവയാണ്. ഇതൊരുക്കിയിരിക്കുന്നത് അറഫയിലേക്കുള്ള വഴിയിൽ. അതും പഴയ സുബൈദ കനാലിന്റെ ഭാഗങ്ങളും കമാനങ്ങളും ഉപയോഗിച്ച് തന്നെ. ആ വഴിയോരങ്ങളിലെ എഴുത്തുകൾ, അക്കാലത്തെ കെട്ടിട വൈദഗ്ധ്യ രീതികൾ, ഐൻ സുബൈദ എന്ന കനാലിന്റെ മാതൃക എന്നിവയെല്ലാം ഇവിടെ പഴമയോടെ ഒരുക്കിയിട്ടുണ്ട്. പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും ടിക്കറ്റ് സൗജന്യമാണ്. ഓൺലൈൻ വഴി ഇത് കരസ്ഥമാക്കാം. വരുന്ന ആഴ്ചകളിലേക്കുള്ള ബുക്കിംഗുകൾ പൂർത്തിയായിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വൈകിട്ട് 4 മുതൽ പുലർച്ചെ 2 മണി വരെയാണ് പ്രദർശനം. ഇതിൽ സുബൈദ കനാലിന്റെ ചരിത്രം പറയുന്ന സ്റ്റേജ് പെർഫോമൻസും ഉണ്ട്. മുതിർന്നവർക്ക് ചരിത്ര പ്രദർശനം നടത്തുമ്പോൾ കുട്ടികൾക്ക് സൗകര്യമായിരിക്കാൻ പാർക്കും ഇവിടെയുണ്ട്. ഇതോടൊപ്പം ഭക്ഷ്യ സ്റ്റാളുകളും പ്രവർത്തിക്കുന്നു. ഹജ്ജിന് മുന്നോടിയായി പ്രദർശനം താൽക്കാലികമായി അവസാനിക്കും. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ സുബൈദ ബിൻത് ജാഫർ ഒരുക്കിയ ഉജ്ജ്വലമായ വഴിയടയാളങ്ങൾ സൗദി അറേബ്യ ലോകത്തെ കാണിക്കുകയാണ്. ഹായിലിനും ബുറൈദയ്ക്കും ഇടയിലുള്ള ഫായിദ് ഗ്രാമത്തിന്റെ പ്രത്യേകതകളും കഴിഞ്ഞയാഴ്ച സൗദി സ്റ്റോറിയിൽ കാണിച്ചിരുന്നു. ഈ ചരിത്രത്തിന്റെ തുടർച്ചയാണ് ഐൻ സുബൈദ എക്സിബിഷൻ. 1958 വരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ശുദ്ധജല കനാൽ വഴിയുള്ള വെള്ളം തീർത്ഥാടകരും മക്കക്കാരും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കനാലിന്റെയും സുബൈദ പാതയുടെയും നിർമ്മാണത്തിന് വന്ന തുക ഇന്നത്തെ മൂല്യത്തിലേക്ക് മാറ്റിയാൽ അവിശ്വസനീയമാകും. സ്വന്തം സമ്പത്തിൽ നിന്നായിരുന്നു ഇതിനുള്ള പണം സുബൈദ രാജ്ഞി ചിലവഴിച്ചതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അതിന് 20 ലക്ഷം ദീനാർ വരെ ചിലവായെന്ന് പറയുന്നു. അതായത് ഇന്നത്തെ മൂല്യത്തിലേക്ക് കണക്ക് മാറ്റുമ്പോൾ
ബില്യൺ കണക്കിന് റിയാൽ വരും. കൃത്യം കണക്ക് ഇന്നും ആർക്കും അറിയില്ല. ആ കനാലിന് ചിലവായ തുകയും കണക്കുമെല്ലാം സുബൈദ രാജ്ഞിയോടൊപ്പം മണ്ണിൽ ചേർന്ന് പോവുകയായിരുന്നു. ഇന്നേ ദിവസം മുതൽ കനാലിന്റെ എല്ലാ കണക്ക് പുസ്തകങ്ങളും ഞാൻ അടയ്ക്കുകയാണ്. എനിക്ക് ആരെങ്കിലും പണം തരാനുണ്ടെങ്കിൽ അത് തരേണ്ട ആവശ്യമില്ല. ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ ആർക്കെങ്കിലും പണം തരാനുണ്ടെങ്കിൽ അത് ഉടനെ തരുന്നതാണ്, ഇരട്ടിയായി. ഇതിന്റെ കണക്ക് പുസ്തകങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. എനിക്കുള്ള പ്രതിഫലം അല്ലാഹുവിങ്കലുണ്ട്.